ഗാസയിൽ സ്ഥിരമായി വെടിനിർത്തുന്നതുവരെ ഇസ്രയേലുമായി വ്യാപാര ബന്ധം നിർത്തിവെക്കുകയാണെന്ന് തുർക്കിയ. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ കഴിഞ്ഞ വർഷം $680 കോടി വ്യാപാരം നടന്നിരുന്നു. ഇതിൽ 70% തുർക്കിയിൽ നിന്നുള്ള കയറ്റുമതിയാണ്. വെടിനിർത്തിയാലും അനിയന്ത്രിതമായി ഗാസയിലേക്ക് മാനുഷിക സഹായ പ്രവാഹം അനുവദിക്കുന്നതുവരെ ഇസ്രയേലുമായി വ്യാപാര ബന്ധം ഉണ്ടാകില്ലെന്ന് തുർക്കിയ വാണിജ്യ മന്ത്രി ഒമർ ബോലദ് പറഞ്ഞു. അതിനിടെ തുർക്കിയ നിലപാടിനെതിരെ ഇസ്രയേൽ രംഗത്തെത്തി. ഏകാധിപതിയുടെ നടപടി എതിർക്കപ്പെടേണ്ടതാണെന്ന് തുർക്കിയ പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദുഗാനെ ഉദ്ധരിച്ച് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു. അതിനിടെ തുർക്കിക്ക് പിന്നാലെ ഗാസയിൽ എല്ലാ മനുഷ്യാവകാശങ്ങളും അന്താരാഷ്ട്ര ധാരണകളും ലംഘിച്ചു നടത്തുന്ന യുദ്ധത്തിൽ പ്രതിഷേധിച്ച് ഇസ്രയേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും ഒഴിവാക്കി ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയ. അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിൽ സംസാരിക്കവെ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഗാസയിലെ അതിക്രമത്തിന് മുന്നിൽ ലോകരാജ്യങ്ങൾ നിഷ്ക്രിയരായി നിൽക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും മുറിക്കുകയാണെന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. വംശഹത്യക്ക് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരും ഒരു പ്രസിഡന്റുമാണ് ഇസ്രയേലിലേത്. തലസ്ഥാനമായ ബൊഗോട്ടയിൽ സംസാരിക്കവെ ഗുസ്താവോ പെട്രോ പറഞ്ഞു. ഇടതുപക്ഷക്കാരനായ പെട്രോ 2022 കൊളംബിയയുടെ പ്രസിഡന്റായത്. തെക്കേ അമേരിക്കയിൽ ഇസ്രയേലിന്റെ പ്രധാന വിമർശകരിൽ ഒരാളാണ് പെട്രോ. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ ജൂതരിലെ നാസികളുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നതെന്ന് ഗാസ അധിനിവേശത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഗുസ്താവോ പെട്രോ വിമർശിച്ചിരുന്നു. ഗാസയിൽ മനുഷ്യമൃഗങ്ങൾക്കെതിരെയാണ് തങ്ങളുടെ പോരാട്ടമെന്ന ഗാലന്റിന്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയായിരുന്നു കൊളംബിയയുടെ വിമർശനം. ഇതിനു പിന്നാലെ കൊളംബിയയിലേക്കുള്ള സുരക്ഷാ ഉപകരണങ്ങളുടെ കയറ്റുമതി നിർത്തിവെക്കുകയാണെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രയേൽ ഗാസയിൽ വംശഹത്യയാണ് നടത്തുന്നതെന്ന് ആക്രമണം തുടങ്ങി ഒരു മാസം പിന്നിട്ടപ്പോൾ ഗുസ്താവോ പെട്രോ വിമർശിച്ചിരുന്നു. ഫെബ്രുവരി ഗാസയിൽ ഭക്ഷണത്തിനായി വരുന്നവരുടെ നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണം നാസികളുടെ കൂട്ടക്കൊലയെ ഓർമ്മിപ്പിക്കുന്നതാണെന്നും പെട്രോ വിമർശിച്ചു. ഇതിന് പിന്നാലെ ഇസ്രയേലിൽ നിന്നുള്ള ആയുധം വാങ്ങലും കൊളംബിയ നിർത്തിവെച്ചു. ഗാസയിലെ റഫേൽ ഇസ്രയേൽ ക്രൂരമായ കരയാക്രമണത്തിനൊരുങ്ങുന്നതിനിടെയാണ് കൊളംബിയൻ പ്രസിഡന്റ് നയതന്ത്ര ബന്ധം മുറിച്ചിരിക്കുന്നത്. ഗാസയിൽ മാസങ്ങളായി തുടർന്ന മനുഷ്യത്വരഹിത ആക്രമണത്തിൽ 35,000-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിലെ യുദ്ധത്തിന് പിന്നാലെ മലേഷ്യയിൽ അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് ശൃംഖലയായ KFCയുടെ 100-ലധികം ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടി. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് ഒരു മാസത്തിലധികം KFCയെ മലേഷ്യയിൽ ബഹിഷ്കരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് KFCയുടെ 100-ലധികം ഔട്ട്ലെറ്റുകൾ മലേഷ്യയിൽ അടച്ചുപൂട്ടിയത്. ചൈനീസ് മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മലേഷ്യയിലുടനീളമുള്ള 600 ഔട്ട്ലെറ്റുകളിൽ 108 എണ്ണം താൽക്കാലികമായി അടച്ചുപൂട്ടേണ്ടി വന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. അവയിൽ കൂടുതലും മുസ്ലിം ഭൂരിപക്ഷമുള്ള കലന്തർ സംസ്ഥാനത്താണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക വെല്ലുവിളികളാണ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടുന്നതിലേക്ക് നയിച്ചത്. മലേഷ്യയിലെ KFC ഔട്ട്ലെറ്റുകളിൽ 18,000 ജീവനക്കാരാണുള്ളത്. രാജ്യത്തെ KFC ഉപഭോക്താക്കളിൽ 85% മുസ്ലിമുകളായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് അമേരിക്ക നൽകിയ പിന്തുണയിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ മലേഷ്യയിൽ KFCക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനം ഉണ്ടായത്. ഇസ്രയേൽ സൈനികർക്ക് ഭക്ഷണം വിതരണം ചെയ്തെന്ന് മക്ഡൊണാൾഡ്സ് ഫെബ്രുവരിയിൽ നടത്തിയ പ്രസ്താവനകൾക്ക് പിന്നാലെ അവർക്കെതിരെയും ബഹിഷ്കരണം ആഹ്വാനമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ബഹിഷ്കരണം തങ്ങളെ സാമ്പത്തികമായി തകർത്തെന്ന് മക്ഡൊണാൾഡ്സ് പ്രതികരിച്ചിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലാണ് സാമ്പത്തികമായി കൂടുതൽ തകർച്ച നേരിടേണ്ടി വന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ രാജ്യങ്ങളിലെ ബിസിനസ്സിൽ യുദ്ധം ചെലുത്തുന്ന ആഘാതം നിരാശാജനകമാണെന്നാണ് മക്ഡൊണാൾഡ്സിന്റെ CEO ക്രിസ് കോംബ്ലിൻസ്കി ഫെബ്രുവരിയിൽ പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.